പള്ളിയാൻതുരുത്തിലെ ആവാസ വ്യവസ്ഥയെ നിലനിർത്താൻ ചുറ്റിലും കണ്ടലിന്റെ വേലിയൊരുക്കാനാണ് പെരിനാട് ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കുന്നത്. 2000 കണ്ടൽ ചെടികളാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ വെച്ചുപിടിപ്പിച്ചത്. കുണ്ടറ ഫാഷൻ ടെക്നോളജി കേന്ദ്രത്തിലെ കുട്ടികളുടെ സേവനവും ഇതിനായി പ്രയോജനപ്പെടുത്തി. വെള്ളിമൺകടവിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ദ്വീപിലേക്ക് കണ്ടൽ ചെടികൾ എത്തിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. തൈനടിയിലിന്റെ ഉദ്ഘാടനം CPM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ നിർവഹിച്ചു. ഈ വെള്ളത്തിനകത്തിറങ്ങി കായലിന്റെ ചുറ്റുപാടും ഇങ്ങനെ കണ്ടൽക്കാട് വെക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്നെ സംബന്ധിച്ചും ആദ്യമായ ഒരു അനുഭവമാണ്. വളരെ അതും ഇത്രയും വലിയൊരു മഴ പെയ്യുന്ന ഈ ഘട്ടത്തിലും ഈ വലിയ അഷ്ടമുടിക്കായലിന്റെ നടുവിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, ഈ തുരുത്തും നമ്മൾ ഇത്ര ആളുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയത് വളരെ മാതൃകയാണ്. പ്രത്യേകിച്ച് കണ്ടൽക്കാടുകളാകെ നശിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനവും വളരെ പ്രധാനമാണ്. പ്രതികൂല കാലാവസ്ഥയിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കണ്ടൽ നടാൻ ദ്വീപിലേക്കെത്തി. പ്രസിദ്ധമായ കാഞ്ഞിരോട്ട് കായലിലെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കരിമീൻ സമ്പത്തിനെ തിരികെ കൊണ്ടുവരാൻ കൂടി ലക്ഷ്യമിട്ടാണ് കണ്ടലിന്റെ സംരക്ഷണം ഒരുക്കുന്നത്. 1 ഹെക്ടർ കണ്ടൽ കൃഷി ചെയ്താൽ ആ 1 ഹെക്ടർ കണ്ടൽ സ്ഥലത്ത് 500 കിലോയോളം വരുന്ന മത്സ്യം ലഭ്യമാകുമെന്നാണ് കണക്ക്. അതനുസരിച്ച് നമുക്ക് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക, നഷ്ടപ്പെട്ടു പോയ നമ്മളുടെ കരിമീൻ സമ്പത്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പഞ്ചായത്തിൻ്റെ ഒരു പരിശ്രമം. പള്ളിയാൻതുരുത്തിനൊപ്പം പുലിക്കുഴി, കൈതാകോടി, വെള്ളിമൺ, ചെമ്മക്കാട് എന്നീ തീരങ്ങളിൽ കണ്ടലുകൾ നട്ടു. കണ്ടലുകൾ വളരുന്നതോടെ കരിമീനുകളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.